ഹലോ ഫ്രണ്ട്സ്, യൂട്യൂബ് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ട്രിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയ്ക്ക് കമൻ്റ് അയച്ചതിൽ നിന്നും ആരാണ് വിജയി എന്ന് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് വിജയി. ഇവരുടെ ചാനൽ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമ്മ്യൂണിറ്റി ടാബിലെല്ലാം നൽകാം. നിങ്ങൾ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ചാനലിനും ഒരു ഫ്രീ പ്രൊമോഷൻ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നമ്മൾ കമ്പ്യൂട്ടറിലെല്ലാം യൂട്യൂബ് വീഡിയോസ് എല്ലാം പ്ലേ ചെയ്യുമ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിനു സൈഡിലായി കുറച്ച് വീഡിയോസ് എല്ലാം സജഷനിൽ വരുന്നത് കാണാം. ഇനി നിങ്ങൾ മൊബൈൽ ഫോൺ എല്ലാം യൂസ് ചെയ്താണ് വീഡിയോ പ്ലേ ചെയ്യുന്നതെങ്കിൽ ആ വീഡിയോയ്ക്ക് താഴെയായി നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറച്ച് സജസ്റ്റഡ് വീഡിയോസ് എല്ലാം വരുന്നത് കാണാം. യൂട്യൂബ് ഓരോ വ്യൂവേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് പ്രഡിക്ഷൻ എല്ലാം നടത്തിയാണ് ഇത്തരത്തിൽ വീഡിയോസ് എല്ലാം സജസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ സജഷനിൽ നമ്മുടെ തന്നെ മറ്റു വീഡിയോസ് എല്ലാം വരുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നോക്കാം. നമ്മുടെ ചാനൽ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് വീഡിയോ സജഷൻ. നമുക്ക് യൂട്യൂബ് അനുവദിച്ചിരിക്കുന്ന കുറച്ച് പ്ലേസസ് ഉണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ സജഷൻ എല്ലാം വർദ്ധിപ്പിക്കാം. അപ്പോൾ ഇവ ഏതെല്ലാമാണ് എന്നും അതുപോലെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് എല്ലാം ലഭിക്കുക എന്ന് നോക്കാം. പ്രധാനപ്പെട്ട 4 പ്ലേസസ് ആണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കാർഡ്സ്, എൻഡ് സ്ക്രീൻ, ലിങ്ക് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ, അതുപോലെ പിൻഡ് കമൻറ്റ്സ്. പലരും പറയുന്ന ഒരു കാര്യമാണ്, അവർക്ക് കാർഡ്സ് അല്ലെങ്കിൽ എൻഡ് സ്ക്രീൻ ഒന്നും നൽകിയത് കൊണ്ട് അതിൽ നിന്ന് ക്ലിക്സ് ഒന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ചാനലിലേക്ക് അതിൽ നിന്ന് വ്യൂസ് ഒന്നും ലഭിക്കുന്നില്ല എന്ന്. എന്നാൽ പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഇവയെല്ലാം കറക്റ്റായി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസിന് ലഭിക്കുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. നമ്മൾ പലരും എൻഡ് സ്ക്രീൻ നൽകാറുണ്ട്. പലപ്പോഴും 3 വീഡിയോസ് 4 വീഡിയോ ഓപ്ഷൻസ് എല്ലാം എൻഡ് സ്ക്രീനിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോ സജഷനിൽ വരണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലായി ഫോക്കസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ എൻഡ് സ്ക്രീനിൽ കൊടുക്കുക എന്നതാണ്. ഇങ്ങനെ ഒരു വീഡിയോ മാത്രം എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമുക്ക് വരുന്ന വ്യൂസ് ഇത് 4 വീഡിയോസിലേക്ക് ഡൈവേർട്ട് ആകാതെ ഒരൊറ്റ വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നിലവിലുള്ള വീഡിയോ പ്ലേ ചെയ്ത് എൻഡ് സ്ക്രീനിൽ എത്തുമ്പോൾ പല വ്യൂവേഴ്സും നമ്മുടെ എൻഡ് സ്ക്രീനിലുള്ള വീഡിയോ കൂടി കാണും. ഇത്തരത്തിൽ കുറെ പേർ നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ മറ്റു വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോയുടെ സജഷനിൽ നമ്മൾ എൻഡ് സ്ക്രീനിൽ കൊടുത്ത മറ്റു വീഡിയോ കൂടി കാണിക്കും. അതിനാൽ തന്നെ യൂട്യൂബ് പ്രഡിക്ഷനിൽ മാറ്റം വരുത്തും. അതായത് നമ്മുടെ ഈ വീഡിയോ പ്ലേ ചെയ്യുന്നവർ ഒരുപാട് പേർ അവർ നമ്മുടെ മറ്റൊരു വീഡിയോ കൂടി കാണുന്നുണ്ട് എന്ന് യൂട്യൂബിന് മനസ്സിലാകും. അതിനാൽ തന്നെ യൂട്യൂബ് ഈ വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ കൂടി സജസ്റ്റ് ചെയ്തു തുടങ്ങും. അതുപോലെ കാർഡ്സ്, വീഡിയോ ഡിസ്ക്രിപ്ഷനിലെല്ലാം നമ്മൾ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ആ വീഡിയോ ലിങ്ക് തന്നെ നൽകാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ആ വീഡിയോയുടെ കമന്റിലും ഇതുപോലെ വീഡിയോ ലിങ്ക് പിൻ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ ഈ 4 പ്ലേസിലെല്ലാം നമ്മുടെ വീഡിയോ ഇൻഫർമേഷൻ എല്ലാം നൽകി നമ്മുടെ വീഡിയോയുടെ സജഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും. യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് ഏറെ ഗുണം ചെയ്യുന്ന നല്ല വീഡിയോസ് ആണ് ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.